നമസ്കാരം, ഞാൻ ലൈല, കെ ജെ ജാലകൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ. നമുക്ക് പച്ചക്കറി തോട്ടത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് എൻ്റെ പച്ചക്കറി. മുരിങ്ങയിലയാണ്, മുരിങ്ങ മരം. ഞാനത് കുറ്റിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഈ മൊബൈലിൽ ഇത് ചെയ്യുന്നതായതുകൊണ്ട് അത്ര ക്ലിയർ ആവുന്നില്ലായിരിക്കും, സദയം ക്ഷമിക്കുമല്ലോ. ഇത് പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറ്റിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ അകത്ത് ഇപ്പോൾ 2-3 തവണ ഞാൻ ഇതിൻ്റെ നിന്ന് വിളവെടുത്ത് ഇലയൊക്കെ കേട്ടോ. ഇത് ചീരയാണ്, റെഡ് ചീര, കാപ്സിക്കം ഉണ്ട് അതിൻ്റെ കൂടെ. ഞാനത് സ്ഥലമില്ലാത്ത കാരണം ചെറിയ ചട്ടികളിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചട്ടിയിലാണ് എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ കറിവേപ്പില. ഇത് ഞാൻ ഈ കറിവേപ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയി. ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്, കെയർ ഗിവറായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് എൻ്റെ ജോലിൻ്റെ ഇടയിൽ കിട്ടുന്ന ഫ്രീ ടൈമുകൾ ഞാൻ ഇതുപോലെയാണ് ചെലവഴിക്കുന്നത്. പച്ചക്കറി കൃഷികൾ ചെയ്യും, പിന്നെ അതുപോലെ ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് മഞ്ഞളാണ്, അതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. മഞ്ഞൾ, റെഡ് ചീരേൻ്റെ സീഡ്സ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അത് ഞാനിതിപ്പം ചീര ഞാനൊരു 3-4 തവണ വിളവെടുത്തു ഇതിൻ്റെ അന്ന്. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. ഇത് കാപ്സിക്കമാണ്. ഈ കാപ്സിക്കം ഇതിൻ്റെ ഇല അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ ഒന്നാമത് നമുക്ക് ഈ കൃഷി രീതിയൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിലുള്ള കൃഷികളാണ് കേട്ടോ ചെയ്യുന്നത്. ശാസ്ത്രീയമായ കൃഷി രീതികളൊന്നുമല്ല, വളമൊന്നും ഉപയോഗിക്കാതെ. ഞാൻ കമ്പോസ്റ്റ് വളം തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്, അതിൻ്റെ അന്ന് കിട്ടുന്ന ഇലയൊക്കെ ചതി ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് എൻ്റേതായ രീതിയിൽ. എന്നിട്ട് കമ്പോസ്റ്റ് ഞാൻ ഇതിലിടാറുണ്ട്. ഇത് ബീട്രൂട്ടാണ്. ഇതിൻ്റെ ലീവ്സ് ഞാൻ സലാഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ ചട്ടിയിൽ, ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ചെറിയ ചെറിയ രീതിയിൽ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് അവക്കാഡോയാണ്. അവക്കാഡോ ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ സീഡ്സ് ഞാൻ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആകുമായിരിക്കും, ഇല്ലെങ്കിൽ മണ്ണിൽ നടേണ്ടി വരും. മഞ്ഞൾ, ഇഞ്ചി, ഇത് കാന്താരി ചീനിയാണ്. ഇതിൻ്റെ സീഡ്സൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ വരുന്നുണ്ട് ഈ കാന്താരി ചീനി. ഇത് ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ സ്ഥലമില്ലാത്ത ആർക്കും നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള കൊച്ചു പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിതുകൊണ്ട് നടക്കും. രാസവളം ഉപയോഗിക്കാത്തതാണ്. അപ്പം ചെറിയ സലാഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനും. ചെറിയ ചില പച്ചക്കറികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഓരോ സീസണിലും ഓരോന്ന് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഗ്രീൻ ഒനിയൻ ഉണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഗ്രീൻ ഒനിയന്, ഇതിൻ്റെ കൂടെ ഞാൻ ഗാർലിക്കും പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ സലാഡിന് വേണ്ടി, ഇതിപ്പോൾ 3-4 തവണ ഇതിൻ്റെ അന്നൊക്കെ വിളവെടുത്തു കേട്ടോ. ഇത് സലാഡിന് വേണ്ടി ഉപയോഗിക്കും. ഇതൊരു ചക്ക കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ചക്കേൻ്റെ സീഡ് എടുത്തൊന്ന് നട്ടു നോക്കിയതാണ്. ആ ഒരു പ്ലാവ് അത് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ സ്ഥലമില്ല, അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. സ്ഥലമുള്ളവർക്ക്, എൻ്റെ ഫ്രണ്ട്സിന് നട്ടുപിടിപ്പിക്കാനായിട്ട്. ഇതൊരു അവക്കാഡോയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ചെറിയ രീതികളിൽ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ കൊച്ചു പച്ചക്കറി തോട്ടം നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ടൊമാറ്റോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടൊമാറ്റോയൊക്കെ പോയതാണ്. അതിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് ഞാനതൊക്കെ കളഞ്ഞ് ഞാൻ ഇപ്പോൾ രണ്ടാമത് വേറെ പച്ചക്കറികൾ നട്ടതാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നവരെല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാരണം എന്ന് വെച്ചാൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുമല്ലോ. ഓക്കെ, ബൈ ബൈ.